ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പ്ലേറ്റ് തിക്നെസ് നമ്മൾ വെൽഡ് ചെയ്യേണ്ട പ്ലേറ്റിൻ്റെ തിക്നെസ് 0.8, 1.2, 1.6, അത് കഴിഞ്ഞ 2, അത് കഴിഞ്ഞ 2.4. എന്താ റിലേഷൻ എന്താ? ഒരു 0.4 ആഡ് ചെയ്ത് തരുന്നുണ്ടല്ലേ. 0.8ൻ്റെ കൂടെ എന്ത് ചെയ്തു? 4 കൂട്ടി കഴിഞ്ഞാൽ 1.2 കിട്ടി. 1.2ൻ്റെ കൂടെ 0.4 കൂടി കഴിഞ്ഞാൽ 1.6 കിട്ടി. പിന്നെ 1.6ൻ്റെ കൂടെ 2.4 ആഡ് ചെയ്തതിന് 2 കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയത്, സെപ്പറേറ്റ് എഴുതിയത്. പിന്നെ 2ൻ്റെ കൂടെ 0.4 ആഡ് ചെയ്ത് 2.4 കിട്ടും. അപ്പോൾ എങ്ങനെ വരിക? 1, 2, 3, 4, 5. മനസ്സിലായോ? അതായത് പ്ലേറ്റ് തിക്നെസ് 0.8 ആകുമ്പോൾ എന്ത് വരും? 1 വരും. അതിൻ്റെ കൂടെ 0.4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.2 വരും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 2 വരും നോസിൽ സൈസ്. പിന്നെ 1.6, അതങ്ങനെ 1.2ൻ്റെ കൂടെ 0.4 ആഡ് ചെയ്ത് കഴിഞ്ഞു. അതെന്തായി? നോസിൽ സൈസ് 3 ഇനി നോസിൽ സൈസ് 4 ആകുമ്പോൾ 1.6ൻ്റെ കൂടെ 0.4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. പിന്നെ 5 ആകുമ്പോൾ 2.4 വരും. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ടേബിൾ ഈ ഒരു 4 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് 3, 4, 5. എന്താ റിലേഷൻ? 7, 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്തു 10, 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്തു 13. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഇനി 6 18 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. 8 25 8ൻ്റെ കൂടെ ഇതൊക്കെ എന്താ? 2 ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. 6, 2, 8, 2, 10, 2 ഒക്കെ എന്താണ്? 2 ആഡ് ചെയ്തതാണ്. അപ്പോൾ 18, 25, 35, 45, 55. 55ൻ്റെയും 18ൻ്റെയും മാത്രം ടിസ്റ്റ് ഉണ്ട്. 55ൻ്റെ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 19 ആണ്. അതുപോലെ തന്നെ 18ൻ്റെ ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 6 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇങ്ങനെ ടേബിളായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. 5, 13 വരെ അങ്ങനെ പഠിക്കുക. ഇനി അടുത്ത ടേബിൾ പഠിക്കേണ്ടത് 6, 18. ഇതൊരു ടിസ്റ്റുള്ള കേസാണ്. ഇതും ഈ 19ഉം ടിസ്റ്റുള്ള കേസാണ്. ബാക്കിയെല്ലാം എന്താണ്? 25, 35, 45, 55. ഓക്കെ ആണോ? പിന്നെ 25 നമുക്ക് അറിയില്ല. 25 ആണെങ്കിൽ കഴിഞ്ഞാൽ 70 ആണ്. 25ൻ്റെ മുകളിലാണെങ്കിൽ 90 ആണ്. അപ്പോൾ ഈ ടേബിൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. 4 ടേബിളാക്കി പഠിക്കുക. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? 4 ടേബിളാക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്താണ്. ഇതിലൊരു MCQ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ചെയ്യൂ കേട്ടോ. അത് മിക്കവാറും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം നോക്കാം. അപ്പോൾ ഇനി ഇത്രയും വെൽഡിങ് പ്രോസസ്സുകൾ നമുക്കുണ്ട്. ഓക്കെ ആണോ? ഇത്രയും വെൽഡിങ് പ്രോസസ്സുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആർക്ക് വെൽഡിങ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിങ് നമ്മൾ നോക്കി. ഇനി അടുത്താണ് അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ്. സംഭവം ഒരു ആർക്ക് വെൽഡിങ് ആണ്. അതിൽ ഒരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഒരു സഹായം ഉണ്ടാവും. എന്തിനാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അത് ചിത്രം 4. ഇതാണ് 4. ഓക്കെ ആണോ? 2 ഇലക്ട്രോഡ് ഉണ്ട് അല്ലേ? 2 ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡ് വടി അങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ഒരു വെൽഡിങ് മെഷീനാണ്. അതായത് ഇതിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ കറണ്ട് ഇങ്ങനെ ഇതിലോട്ട് പോകും. പക്ഷേ രണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടാവില്ലേ? അതേ പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു ആർക്ക് വരും. ഓക്കെ ആണോ? എന്ത് ഇലക്ട്രോഡാ? ടങ്സ്റ്റൻ്റെ ഇലക്ട്രോഡാ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും തേഞ്ഞ് പോകത്തില്ല. എത്ര കത്തിക്കഴിഞ്ഞാലും തേയത്തില്ല. എത്ര ആർക്കോ സ്പാർക്കോ വന്നാലും ടങ്സ്റ്റൻ്റെ ഇലക്ട്രോഡ് ആകുമ്പോൾ അത്രയും ഹെവി നല്ലൊരു മെറ്റീരിയലാണ്. ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് മെറ്റീരിയലാണ് ടങ്സ്റ്റന്. അപ്പോൾ അതെന്തില്ല? തേയത്തില്ല. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും? തേയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സെപ്പറേറ്റ് എന്ത് ചെയ്യണം? വെൽഡിങ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഫില്ലർ റോഡ് വേണം. ഓക്കെ ആണോ? സെപ്പറേറ്റ് വെൽഡിങ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് വേണം, ഒരു ഫില്ലർ റോഡ് വേണം. അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഓക്സിജനിൽ നിന്നും സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ്റെ ഗ്യാസ് ഷീൽഡ്. ഈ ചിത്രത്തിൽ നിന്നുള്ളതിനെ മാത്രമേ നമുക്ക് പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദി ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഹൈഡ്രജൻ ഗ്യാസ്. അല്ലെ, 2 ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിനും 2 ഇലക്ട്രോഡ്, അതിൻ്റെ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് വരും? സ്പാർക്ക് വരും. ടങ്സ്റ്റൻ്റെ ഇലക്ട്രോഡാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോഡ് പെട്ടെന്ന് കത്തിത്തീരും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ ആണോ? ദി വെൽഡിങ് ജോബ് റിമൈൻസ് ഔട്ട് ഓഫ് ദി വെൽഡിങ് സർക്യൂട്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ സ്പാർക്ക് ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഇലക്ട്രോഡ് കൂടെ കറണ്ട് വന്നിട്ട് നേരെ ഇങ്ങോട്ടാണ് പോണത്. അപ്പോൾ അതും ഈ വെൽഡ് ജോബും തമ്മിൽ എന്തില്ല? ഡയറക്റ്റായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ എന്ത് ചെയ്യണം? ഒരു തീ ഇങ്ങനെ ഉണ്ടാവണം. ഇവിടെ നല്ലൊരു ഹെവി തീജ്വാല ഉണ്ടാവണം. അതും ഇയാളും തമ്മിൽ ബന്ധമല്ല. പക്ഷെ ആ തീജ്വാലയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഫില്ലർ കോഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഫില്ലർ കോഡ് ഉരുകിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ വെൽഡ് ഫോം ചെയ്യും. ഓക്കെ ആണോ? എ സെപ്പറേറ്റ് ഫില്ലർ കോഡ് ഈസ് യൂസ്ഡ് ടു ആഡ് ഫില്ലർ മെറ്റീരിയൽ. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എല്ലാം സിമ്പിളാണ്. അപ്പോൾ അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു? ഒരു ഇലക്ട്രോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ഇലക്ട്രോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത എന്താ? ടങ്സ്റ്റൺ ആണ്. പെട്ടെന്നൊന്നും തേഞ്ഞ് പോകത്തില്ല. ഇങ്ങനെ ടങ്സ്റ്റൻ ഉപയോഗിക്കുന്ന കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സെപ്പറേറ്റ് ഫില്ലർ കോഡ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സെപ്പറേറ്റ് ഫില്ലർ കോഡും വെക്കും. കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? സ്പാർക്ക് ഉണ്ടാവും. അവിടെ ഷീൽഡ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇത്രയേ ഉള്ളൂ അതിൽ പഠിക്കാൻ. ഓക്കെ ആണോ?
ഇനി അടുത്താണ് ടിഗ്. ടിഗ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ഫോമാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. ടിഗ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ്. ഓക്കെ ആണോ? ഇനേർട്ട് ഗ്യാസ് ഇത്രയും ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ അടുത്ത എന്താ? ആർക്ക് വെൽഡിംഗ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ടിഗ് എന്താണ്? ഒരു ആർക്ക് വെൽഡിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ഇതാണ് കേട്ടോ. ടിഗ് എന്താണ്? ഒരു ആർക്ക് വെൽഡിംഗ് ആണ്. ഇതിൽ ചിത്രം നോക്കി നോക്കാം. നമുക്ക് ചിത്രം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ ഗ്യാസ് മാഷെന്ന് ചോദിക്കും. ഈ ഗ്യാസ് എന്തിനാ? ഒരു ഷീൽഡിങ് ഗ്യാസ് ആട്ടോ. കാരണം എന്താ? ആർഗൺ ആണ് ഗ്യാസ്. ഒരു ഗ്യാസും കൂറ്റി എന്താ? ഗ്യാസ് വെൽഡിംഗ് അല്ല. ടിഗ് എന്താണ്? ഒരു ആർക്ക് വെൽഡിംഗ് ആണ് കേട്ടോ. ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് നോൺ കൺസ്യൂമബിൾ ആൻഡ് വെൽഡിംഗ് ജോബ്. ഇവിടെ എന്ത് വരും? ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് വരും. മാത്രമല്ല നമ്മളെ വെൽഡിംഗ് ജോബിൻ്റെ ഇടയിലാണ് എന്ത് വരിക? ആർക്ക് വരിക. പക്ഷേ അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ് നമ്മളെന്താ? 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് വന്നു. ഓക്കെ ആണോ? പക്ഷേ ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജോബിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെ വരും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ സ്പാർക്ക് വരും അല്ലേ? ഓക്കെ ആണോ? ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ടായിട്ട് ഏതാ ഉപയോഗിക്കുക? ആർഗണോ അല്ലെങ്കിൽ ഹീലിയം. ഇവിടെ ഏതാ ഉപയോഗിച്ചാൽ? ആർഗണാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഹീലിയം ഉപയോഗിക്കാം. ടങ്സ്റ്റൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഫില്ലർ മെറ്റീരിയൽ എന്ത് ചെയ്യും? നമുക്ക് ഉപയോഗിക്കണം. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. കാരണം എന്താ? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗണും ഹീലിയവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിഗിനെ എന്ത് വിളിക്കാം? ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കാം. ടിഗ് എന്താണ്? ഒരു ആർക്ക് വെൽഡിംഗ് ആണ്. ഒരേ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇവിടെ വെക്കുന്നുള്ളൂ. ഇപ്പോൾ 2 കഴിഞ്ഞു. അറ്റോമിക് ഹൈഡ്രജൻ കഴിഞ്ഞു. ടിഗ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. GMAW ഫിഗർ 6 ആട്ടോ. ഇതാണ് ഫിഗർ 6 ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ജസ്റ്റ് കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഫിഗർ നോക്കി നോക്കാം. GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ടിഗിൻ്റെ പോലെ തന്നെ മിഗ് എന്താണ്? ഒരു ആർക്ക് വെൽഡിംഗ് ആണ്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മിഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്. രണ്ടും എന്താണ്? ടിഗും മിഗും എന്താണ്? ആർക്ക് വെൽഡിംഗ് ആണ് കേട്ടോ. ഗ്യാസ് വെൽഡിംഗ് അല്ല, ആർക്ക് വെൽഡിംഗ് ആണ്. ഇൻ ദിസ് പ്രോസസ് ദി ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ് ഓട്ടോമാറ്റിക്കലി ഫെഡ് മെറ്റാലിക് കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇവിടെ എന്താ? ഇലക്ട്രോഡ് എന്താണ്? കത്തിത്തീരും. കൺസ്യൂമബിൾ. നമ്മൾ ഐബെല്ലോൻ്റെ ചെറിയ മെഷീൻ കണ്ടുക്കണം. അവിടെ എന്ത് ചെയ്യും? ചെറിയൊരു വയർ, നമ്മൾ സോൾഡറിങ്ങിൻ്റെ വയറുമാതിരി ചെറിയൊരു വയർ ഇലക്ട്രോഡ് വരും. അതിങ്ങനെ ഗണ്ണടിക്കണ മാതിരി ടക്ക് 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 നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇയാളിങ്ങനെ കത്തിപ്പോവുക. അതാണ്. അപ്പോൾ ആ ഇലക്ട്രോഡിൻ്റെയും വെൽഡിംഗ് ജോബിൻ്റെ ഇടയിലാണ് എന്ത് വരിക? സ്പാർക്ക് വരിക. ഇവിടെ സംരക്ഷിക്കാൻ എന്തുണ്ടാവും? ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ടാവും. ഓക്കെ ആണോ? വെൻ ദി ഇനേർട്ട് ഗ്യാസ് ഈസ് റീപ്ലേസ് ബൈ കാർബൺ ഡയോക്സൈഡ്. ഇനേർട്ട് ഗ്യാസ് പകരം നമ്മൾ എന്ത് ചെയ്തു? കാർബൺ ഡയോക്സൈഡ് ആട്ടോ. കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ CO2 എന്നുള്ള പറഞ്ഞേ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കും? അങ്ങനത്തെ ടൈമിലാണ് നമുക്ക് വിളിക്കുക CO2 ആർക്ക് വെൽഡിംഗ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് എന്ന് വിളിക്കാം. മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് എന്നുണ്ട് കേട്ടോ. ഈ മാഗ്, അതുപോലെ CO ആർക്ക് വെൽഡിംഗ്, GMAW മിഗ്, ഇതെല്ലാം എന്തിൻ്റെ പേരാണ്? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ പേരാണ്. ഓക്കെ ആണോ? ഇതിലെന്താണ്? എന്ത് മാത്രം ഇതിൽ ഇമ്പോർട്ടൻറ്റ്? കൺസ്യൂമബിൾ കണ്ടിന്യൂസ്ലി ഫെഡ് ഇലക്ട്രോഡ്സ്. ഇതിനെ കോമൺ നെയിം എന്താ വിളിക്കും? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ഫില്ലർ മെറ്റീരിയലും ആ ഗ്യാസിൻ്റെ കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? ഇതാണ് ഫിഗർ 6 ആണ്. ഫിഗർ 6 ആണ് അതിൻ്റെ മിഗിൻ്റെ ഒക്കെ ചിത്രം. ഇതിലെന്നുണ്ട്? നമ്മളെ ഒരു ഷീൽഡിങ് ഗ്യാസ് ഉണ്ട് അല്ലേ? നമ്മുടെ വെൽഡ് ജോബിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ മെഷീൻ. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ മെഷീൻ. ഐബെല്ലോൻ്റെ ചെറിയൊരു മെഷീൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ഇതും കൂടി ഇതിൻ്റെ മുകളിലുണ്ടാവും. ഈ വയറുണ്ടല്ലോ, അത് ഈ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, ഇതൊരു വയർ രൂപത്തിലായിരിക്കും. ഇയാൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന മെഷീനൊക്കെയാണ് ഇയാൾ കൺട്രോൾ സിസ്റ്റം. ഓക്കെ ആണോ? അപ്പോൾ ഈ വയർ എന്ത് ചെയ്യും? ഇലക്ട്രോഡ് രൂപത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും? ഈ ഹോൾഡറിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വരും. നമ്മൾ ആ ട്രിഗർ നെക്കണതിനനുസരിച്ച് ഇവിടെ ട്രിഗർ ഉണ്ടാവും. നെക്കണനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡ് ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? കറണ്ട് സ്പാർക്ക് ഉണ്ടാവും. ഇതുണ്ടോ? നെഗറ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഇതാ ഇവിടേക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതിലെന്താ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു പേരുകളാണ് ശ്രദ്ധിക്കേണ്ടി വരിക കേട്ടോ. ഇതാണ് നമ്മൾ ഐബെല്ലോൻ്റെ ഒരു 10,300 ഒക്കെ രൂപക്ക് സാധനം വാങ്ങാൻ കിട്ടും. നല്ല മെഷീനാണ്. നമുക്ക് ചെറിയ തിക്നെസ്സുള്ള മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം? വെൽഡ് ചെയ്ത് കളയാം. ഓക്കെ ആണോ? അപ്പോൾ എന്താണ്? GMAW, അതുപോലെ മിഗ്, അല്ലെങ്കിൽ CO2 ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ മാഗ് വെൽഡിങ്, അല്ലെങ്കിൽ GMAW. ഇതെല്ലാം വിളിക്കുന്ന പേരാണ് എന്താണ്? കൺസ്യൂമബിൾ ഓട്ടോമാറ്റിക്കലി ഫെഡ് കണ്ടിന്യൂസ് ഇലക്ട്രോഡാണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് സബ്മെർജ്ഡ് ആർക്ക് വെൽഡിങ് കേട്ടോ. സബ്മെർജ്ഡ് ആണ്. ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ്, ഇയാൾ തന്നെ കേട്ടോ, ഇയാൾ തന്നെ ഈ മിഗിലുള്ള അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക്കലി ഫെഡ്, മെറ്റാലിക് ആണ്, കൺസ്യൂമബിൾ ആണ്, ഇലക്ട്രോഡ് ആൻഡ് ദി വെൽഡിംഗ് ജോബ്. ഇതും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്. അണ്ടർ എ ഹീപ്പ് ഓഫ് പൗഡേർഡ് ഓർ ഗ്രാനുലേറ്റഡ് ഫ്ലക്സ്. ഇവിടെ എന്താണ്?
ഒരു ഫ്ലക്സ് നമ്മളൊരു കൊട്ടയിലിടുക, അത്ര മാത്രമേ ഉള്ളൂ. ദി ആർക്ക് ഈസ് ടോട്ടലി സബ്മേജ്ഡ് ഇൻ ദി ഫ്ലക്സ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ആർക്ക് എന്ത് ചെയ്യില്ല, ഈ സബ്മേജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ചിത്രം നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, സെയിം കൺട്രോൾ ലിസ്റ്റൊക്കെ സെയിം തന്നെ, സെയിം സാധനം. പക്ഷേ എന്താണ്, ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ, ഇവിടെ ഗ്യാസും കുറ്റി ഇല്ല. അതിന് പകരം എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലക്സ് ഹൂപ്പറാണ് വരിക. ഇതെന്ത് ചെയ്യും, ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ ജോബിൻ്റെ അടുത്ത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഈ ഫ്ലക്സാണ് ആദ്യം നമുക്ക് കാണുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരിക, ഇതിൻ്റെ സ്പാർക്കും ആർക്കൊക്കെ വരിക. അപ്പോൾ നമുക്ക് കാണില്ല. സബ്മേജ്ഡ് ആർക്ക് വെൽഡിങ് ആണ് കേട്ടോ. കണ്ടിന്യൂസ്ലി കൺസ്യൂമബിൾ, കണ്ടിന്യൂസ്ലി ഫെഡ് ഇലക്ട്രോണാണ്, വയർ ഇലക്ട്രോണാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്. നമ്മൾ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നുകൂടി കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം പഠിക്കുക കേട്ടോ. ഇവിടെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൽ ആർക്ക് ഫോംഡ് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ് ആണ്, ഓട്ടോമാറ്റിക്കൽ സെയിം തന്നെയാണ്, സെയിം സാധനം. അണ്ടർ എ തിക്ക് പൂൾ ഓഫ് മോൾട്ടൺ ഫ്ലക്സ് സ്ലാഗ്. ആദ്യം നമ്മൾ പഠിച്ചു മിഗിൽ നമ്മൾ എന്താ പഠിച്ച്, മിഗിൽ നമ്മൾ ഗ്യാസാണ്, ഇനേറ്റ് ഗ്യാസ് ഉപയോഗിക്കുക. സബ്മേജ്ഡ് ആർക്കിൽ എന്താ ഉപയോഗിക്കുക, ഒരു ഫ്ലക്സ് ആണ് ഉപയോഗിക്കുക. ഇവിടെ എന്താ ഉപയോഗിക്കുക, ഇലക്ട്രോ സ്ലാഗിൽ എന്താ ഉപയോഗിക്കുക, സ്ലാഗ് ആണ് ഉപയോഗിക്കുക. കണ്ടോ, എല്ലാം സിമിലിയർ ആണ്. ആ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡ് മാത്രം, ആ ഷീൽഡിങ് മെത്തേഡ് മാത്രം നമ്മൾ എന്തിനു സ്ലാഗ് ഉപയോഗിക്കുന്നു, ഫ്ലക്സ് ഉപയോഗിക്കുന്നു, ഗ്യാസ് ഉപയോഗിക്കുന്നു. ദിസ് ഓട്ടോമാറ്റിക് പ്രോസസ് റിക്വയർ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. എപ്പോൾ മാത്രം, വെർട്ടിക്കൽ പൊസിഷൻ ഫോർ ദി വെൽഡിങ് ഓഫ് ഹെവി തിക്ക് പ്ലേറ്റ്. ഹെവി തിക്ക് പ്ലേറ്റ് വെൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കത്തുള്ളൂ. ഇനി അടുത്തതാണ് പ്ലാസ്മ ആർക്ക് വെൽഡിങ്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ ചിത്രതാണ് കേട്ടോ, സ്ലാഗാണ്. നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇത് ഇയാളെന്ത് ചെയ്യും, ഒരു സ്ലാഗ് ഫോം ചെയ്യും. കണ്ടോ, ഇവിടെ കാണാം കേട്ടോ. അതാ മോട്ടം ഫ്ലക്സ് ആൻഡ് സ്ലാഗ്, ഒരു സ്ലാഗ് ഫോം ചെയ്യും കേട്ടോ. ഉള്ളേ ഇവിടെ കൂളിംഗ് വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക കേട്ടോ. ഇനി അടുത്താണ് പ്ലാസ്മ ആർക്ക് വെൽഡിങ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് ദി വെൽഡിംഗ് ജോബ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പ്ലാസ്മ ഫോമിങ് ഗ്യാസ്, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് ആർഗൺ. ഇത്രയും ഇമ്പോർട്ടൻ്റ്. അത് ഇവിടെ എന്താ ഉപയോഗിക്കുക, ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ. അപ്പോൾ ടങ്സ്റ്റൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഫില്ലർ റോഡ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം ഇഫ് നെസസറി. ഓക്കെ ആണോ. ബട്ട് നോർമലി നോ ഫില്ലർ റോഡ് ഈസ് യൂസ്ഡ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ റെഡ് കൊടുത്തൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടങ്സ്റ്റൺ ആകുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു, വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ടങ്സ്റ്റൺ എന്ന് പെട്ടെന്ന് കത്തി തീരാത്ത മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഫില്ലർ റോഡ് ഉപയോഗിക്കും. അതുപടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇഫ് നെസസറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ നോർമലി എന്ത് ചെയ്യില്ല, പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിൽ സെപ്പറേറ്റ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഫില്ലർ റോഡ് എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് ഫില്ലർ റോഡ്, ഇലക്ട്രോഡ് അല്ല കേട്ടോ, സെപ്പറേറ്റ് ഫില്ലർ റോഡ് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കത്തില്ല. ഇതാണ് ചിത്രം. ഇത് നമ്മൾ വരച്ചാണല്ലേ, നമ്മൾ വരച്ച് പഠിച്ചാണ്. DC ആണ് ഇവിടെ ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കും, ടങ്സ്റ്റൺ ഇലക്ട്രോഡ് സെൻറ്ററിലുണ്ടാവും. പിന്നെ നമ്മുടെ ഷീൽഡിങ് ഗ്യാസ് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടാവും. ഇതാണ് പ്ലാസ്മ ഗ്യാസും ഇവിടെ ഉണ്ടാവും. ഇനി ഈ ടിഗിനോട് സിമിലർ ആണ് കേട്ടോ ഈ സാധനം, പ്ലാസ്മ ആർക്ക്. പ്ലാസ്മ കട്ടിങ് ഈസ് യൂസ്ഡ് ടു കട്ട് നോൺ ഫെറസ് മെറ്റൽ ആൻഡ് അലോയ് സക്സസ്ഫുള്ളി ആൻഡ് ക്വിക്ക്ലി. പ്ലാസ്മ കട്ടിങ് നമുക്ക് എന്ത് ചെയ്യുക, അലോയ്സിനും നോൺ ഫെറസ് മെറ്റലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വിക്ക്ലി സക്സസ്ഫുള്ളി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഉപയോഗിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ നോൺ ഫ്യൂഷൻ വെൽഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, വിത്തൗട്ട് മെൽറ്റിംഗ് ദി എഡ്ജ് ഈസ് നോൺ ആസ് നോൺ ഫ്യൂഷൻ വെൽഡിങ്. നമുക്കിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു വെൽഡ് ചെയ്യണമെന്ന് എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇവരുടെ ഈ അറ്റം നമ്മൾ മെൽറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം നോൺ ഫ്യൂഷൻ വെൽഡിങ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ഉപയോഗിക്കും, നമ്മൾ സോൾഡറിങ് എന്നൊക്കെ പറയില്ല, ആ സാധനമൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആട്ടോ. എ ലോ മെൽറ്റിംഗ് പോയിന്റ് ഫില്ലർ റോഡ് ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ദി ജോയിൻറ്റ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ആർക്കോ ഗ്യാസോ ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഹീറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി വെൽഡിങ് പ്രോസസ്സിൽ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിന് എന്ത് ചെയ്യാണ്, ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഇത് ഇത്ര ഉള്ള ക്ലാസ്. പക്ഷേ ഇനി എന്ത് ചെയ്യും, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ മുകളിൽ അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. നമുക്ക് നോക്കി നോക്കാം. ആൾ ഓഫ് ദീസ് മെത്തേഡ് എംപ്ലോയ് ആൻഡ് ഇലക്ട്രിക് പവർ സപ്ലൈ ടു ക്രിയേറ്റ് ആൻ ആർക്ക്. നമ്മൾ പറഞ്ഞു ആർക്കിൽ തന്നെ വരുന്നതാണ്, കുറേ ഇതിൽ പറഞ്ഞു അല്ലേ. ദി ഫില്ലർ വയർ ഈസ് ദെൻ ഏതർ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, GMAW അല്ലേ, മറ്റേ ഐബെല്ലോൻ്റെ മെഷീനിൽ, പിന്നെ SMAW, GTAW ആൻഡ് മോൾട്ടൺ പൂൾ ഈസ് അലൗഡ് ടു കൂൾ. Finally, all of these methods use some type of flux or gas to create inert. എന്തിനാണ് ഇനേർട്ട് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. വിത്തൗട്ട് ഓക്സിഡൈസിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മളെ ഈ ഫില്ലർ റോഡ് ഉണ്ടല്ലോ, ഫില്ലർ റോഡ് നമ്മൾ എന്ത് ചെയ്യും, കത്തി ഉരുകിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ആ വെൽഡ് ജോയിൻറ്റിലേക്ക് വീഴൂലേ,
ആ ഉരുകിയ അവസ്ഥയിലല്ലേ അതെന്ത് ചെയ്യണം, സോൾഡിഫൈ ആവണ്ടേ. സോൾഡിഫൈ ആകുമ്പോൾ തൊട്ടടുത്ത അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് എഴുതിക്കോ. അപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര ബാഡായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓക്സിജനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്തിന്, ഫ്ലക്സോ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നുകൂടി പഠിക്കുകയാണ്, SMAW ഒന്നുകൂടി ജസ്റ്റ് പഠിക്കുകയാണ്. ഇസ് എ വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസ് ഫ്ലക്സ് കവേർഡ് മെറ്റൽ ഇലക്ട്രോഡ് ടു ക്യാരി ആൻഡ് ഇലക്ട്രിക്കൽ കറണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആർക്ക് വെൽഡിംഗ് ആണ് പറയുന്നത്. അതിന് ഇലക്ട്രോഡിന് എന്താ പ്രത്യേകത, അല്ലെങ്കിൽ ഫില്ലർ റോഡിന് എന്താ പ്രത്യേകത, ഇലക്ട്രോഡാണ് അവിടെ ഉപയോഗിക്കുക. അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമുക്ക് ആർക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, പുക ഫീൽ ചെയ്യണത്. ദി കറൻറ്റ് ഫോംസ് ആൻ ആർക്ക് ദാറ്റ് ജമ്പ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി എൻഡ് ഓഫ് ഇലക്ട്രോഡ് ടു ദി വർക്ക്. ഇവിടെ നിന്നുണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, ഇവിടെ നിന്നുണ്ട് വർക്ക് ഉണ്ട്. രണ്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ആർക്ക് ഫോം ചെയ്യും. ഈ ആർക്ക് ഇനഫ് ഹീറ്റ് ടു മെൽറ്റ് ബോത്ത് ദി ഇലക്ട്രോഡ് ആൻഡ് ബേസ് മെറ്റീരിയൽ. ഇതെന്ത് ചെയ്യും, ഇവർ രണ്ടാളെയും ഉരുക്കാൻ നല്ല കപ്പാസിറ്റി ഉള്ള ആർക്കാണ്. ഇതാണ് നമ്മളെ SMAW. ഓക്കെ ആണോ? എല്ലാവരും കണ്ട് പരിചയമുള്ള ഒരു മെത്തേഡാണ്. എന്തുകൊണ്ട് അതിനെ SMAW ഷീൽഡഡ് മെറ്റൽ എന്ന് വിളിക്കുന്നത്, അതെന്ത് ചെയ്യും, ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഉണ്ടാവും ഒരു ഷീൽഡിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കത്തുമ്പോൾ ആ പുക കാരണം ഓക്സിഡൈസേഷൻ എന്തും അവിടെ നടക്കത്തില്ല. ഇനി ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്തതന്നെ കേട്ടോ, കാരണം ആർക്ക് വെൽഡിങ് തന്നെയാണ് ഇതും. ഇതാണ് പറയുന്നത്, ദി മോൾട്ടൺ പൂൾ ഓഫ് മെറ്റൽ ഈസ് സറൗണ്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഫ്യൂം ക്ലൗഡ് ആൻഡ് എ കവറിംഗ് ഓഫ് സ്ലാഗ് പ്രൊഡ്യൂസ്ഡ് ആസ് ദി കോട്ടിംഗ് ഓഫ് ദി ഇലക്ട്രോഡ് ബേൺസ് ആൻഡ് വാപ്പറൈസ്. ഈ ഇലക്ട്രോഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു വൈറ്റ് കളറിൽ എന്ത് ചെയ്യും, ഒരു കോട്ടിംഗ് ഉണ്ടാവും. അത് കത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ഫ്യൂമും ഈ സ്ലാഗൊക്കെ ഉണ്ടാവുക. ഈ സ്ലാഗാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഈ മോൾട്ടൺ പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് വിളിക്കാം, ഡ്യൂ ടു ദി അപ്പിയറൻസ് ഓഫ് ഇലക്ട്രോഡ് SMAW കോമൺലി നോൺ സ്റ്റിക്ക് വെൽഡിങ്. കാരണം ഒരു വടി പോലെ ആയിരിക്കും അല്ലേ, അതെന്നാണ് സ്റ്റിക്ക് വെൽഡിങ്. അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ആ ഇലക്ട്രോഡ് ഒട്ടി പിടിച്ചിട്ടായിരിക്കും. ശരിക്കും എന്താ, അതിൻ്റെ സ്റ്റിക്ക് ആ രൂപം കൊണ്ടാണ് അതിനെ സ്റ്റിക്ക് വെൽഡിങ് എന്ന് വിളിക്കുന്നത്. ഇതാണ് അവിടെ ഉണ്ടാകുന്ന പ്രോസസ്. കണ്ടോ, എന്ത് ചെയ്യും, ഇയാളിങ്ങനെ ഉണങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ ഒന്ന് സോളിഡിഫൈ ആവാൻ നേരത്തെ എന്ത് ചെയ്യും, ഈ ആർക്കും ഈ സ്ലാഗ് മുകളിൽ സ്ലാഗ് കണ്ടോ, ഈ സ്ലാഗ് എന്ത് ചെയ്യും, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ പഠിക്കാം. എന്തായിരിക്കും, ലോ കോസ്റ്റാണ്, ഫ്ലെക്സിബിലിറ്റിയാണ്, പോർട്ടബിലിറ്റി ആൻഡ് വേഴ്സാറ്റിലിറ്റി. എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ദി തിക്നെസ് ദാറ്റ് ക്യാൻ ബി വെൽഡ് മെറ്റീരിയൽ ഫ്രം 1.5 മില്ലിമീറ്റർ മുതൽ അങ്ങോട്ട് മുകൾക്കുള്ളത്. അപ്പോൾ 1.5 മില്ലിമീറ്ററിൽ അടിയിക്കുള്ള എന്തില്ല, കത്തി പോവുക, വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മെറ്റൽ വെൽഡ് ചെയ്യാം, കാസ്റ്റേൺ, സ്റ്റീല്, നിക്കൽ, അലുമിനിയം, ഇതെല്ലാം എന്ത് ചെയ്യുക, വെൽഡ് ചെയ്യാം. അലുമിനിയൊക്കെ വെൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകൂടി കട്ടി വേണം കേട്ടോ, തിക്നെസ് വേണം. എന്താ ഇതിൻ്റെ ഡ്രോബാക്ക് നമുക്ക് നോക്കി എന്ത് ചെയ്യും, സ്മോക്ക്, പുക വരും, സ്പാർക്ക് വരും, പിന്നെ പോസ്റ്റ് വെൽഡ് ക്ലീൻ ആവും. ആ സ്ലാഗൊക്കെ ഒത്തു പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചിപ്പിംഗ് ഹാമർ കൊണ്ട് എന്ത് ചെയ്യും, അത് പൊട്ടിച്ച് കളയുന്നുണ്ടോ. ആ സ്ലാഗ് പൊട്ടിച്ച് കളയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വെൽഡ് അവിടെ അടിപൊളിയായിട്ട് ഫോം ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ലോ ആണ്. പിന്നെ ഓപ്പറേറ്റർ സ്കില്ല് അല്ലേ, ഞാനൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഒരു വെൽഡ് പഠിച്ച് വന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിങ്ങനെ ഒട്ടി പിടിക്കും. ആ സെപ്പറേറ്റ് ആ ഇലക്ട്രോഡിൻ്റെ വർക്ക് പീസിൻ്റെ ഇടയിൽ ആ കറക്റ്റ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. ആ ഇലക്ട്രോഡാണെങ്കിൽ ഷോർട്ട് ആർക്ക് ലെങ്ത്ത്, നോർമൽ ആർക്ക് ലെങ്ത്ത്, ലോങ് ആർക്ക് ലെങ്ത്ത്. ഇനി GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്. ഇതെന്താണ്, ആർക്ക് വെൽഡിങ് തന്നെയാണ് കേട്ടോ. നമ്മളിത് പഠിച്ചു തന്നെയാണ്, റിപ്പീറ്റാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാത്തിലും ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. വിച്ച് ഈസ് ആൾവേസ് ബീങ് കൺസ്യൂംഡ്. എന്താണ്, ഒരു വയർ ഇലക്ട്രോഡാണ് വരിക. ഐബലോണ്ട് ചെറിയ മെഷീനിൽ എന്ത് ചെയ്യും, അപ്പോൾ വയർ ഇലക്ട്രോഡാണ് വരിക, ഒരു ബേസ് മെറ്റൽ ഉണ്ടാവും. ഇനി ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇസ് കോമൺലി നോൺ ആസ് മിഗ് എന്ന് വിളിക്കാം. പിന്നെന്ത് വിളിക്കാം, ഈസ് കോമൺലി നോൺ ആസ് മിഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. സിൻസ് ഫ്ലക്സസ് ആർ നോട്ട് യൂസ്ഡ് ലൈക്ക് SMAW. SMAWയിൽ എന്ത് ചെയ്യും, ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്ലക്സ് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മിഗിൽ എന്ത് ചെയ്യുന്നില്ല, ഫ്ലക്സ് ഉപയോഗിക്കുന്നില്ല. ദി വെൽഡ് പ്രൊഡ്യൂസഡ് ആർ സൗണ്ട് ഫ്രീ ഓഫ് കണ്ടാമിനൻറ്റ്. ഈ ഫ്ലക്സ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിരിക്കും. ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻറ്റ് ആസ് ദി പാരന്റ് മെറ്റൽ. ദി ഫില്ലർ മെറ്റീരിയൽ ഈസ് യൂഷ്വലി ദി സെയിം കോമ്പോസിഷൻ ആസ് ദി ബേസ് മെറ്റീരിയൽ. ഫില്ലർ മെറ്റീരിയൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഫില്ലറോട് എന്ത് ചെയ്യും, നമ്മൾ ആ വെൽഡിങ്ങിൻ്റെ വർക്ക് പീസിൻ്റെ അതേ മെറ്റീരിയലായിരിക്കും കേട്ടോ. അതാണ് മിഗിൻ്റെ പ്രത്യേകതകൾ. ഇനി GMAW ഈസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ. ഇതിനെന്ത് ചെയ്യില്ല, ഓപ്പറേറ്റർ സ്കില്ല് വേണ്ട. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പറേറ്ററിൻ്റെ സ്കില്ല് മതി. ദി ഹൈ വെൽഡിങ് റേറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് പോസ്റ്റ് വെൽഡ് ക്ലീനപ്പ്. ഇത് രണ്ടും കാരണം എന്ത് ചെയ്യും, ഇയാൾ നല്ലപോലെ പോപ്പുലറാണ് കേട്ടോ. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വെൽഡിങ് പ്രോസസ്സാണ് ഇത് നമ്മുടെ GMAW അല്ലെങ്കിൽ മിഗ് എന്ന് വിളിക്കാം കേട്ടോ. മിഗ് 2-3 പേരുണ്ട് അതിന്, നിങ്ങൾ അതാണ് പഠിക്കേണ്ടത് കേട്ടോ.
ഈ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഐബെല്ലോൻ്റെ മെഷീൻ എന്ത് ചെയ്യും, വയർ ഇങ്ങനെ ഫീഡ് ചെയ്ത് തരുന്നൊക്കെ നമ്മൾ പറഞ്ഞാണല്ലേ. ഏതാ ഈ ട്രിഗർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതാണ് സ്റ്റോപ്പ് ഓർ കൺട്രോൾ ലിവർ. ഇയാളിങ്ങനെ അമർത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ വയർ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് വരും. ചിത്രമൊക്കെ നിങ്ങൾ നോക്കാട്ടോ, നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ചിത്രം കണ്ടോ. ഇനി ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബട്ട് വെൽഡിങ്ങിലും ഫില്ലറ്റ് വെൽഡിങ്ങിലും കുറച്ച് നോമൻ കൾച്ചർ നോക്കാം. എന്താണ് റൂട്ട് ഗ്യാപ്പ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്സ് ടു ബി ജോയിൻഡ്. രണ്ട് പാർട്സുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് ഗ്യാപ്പ്. കണ്ടോ, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഉണ്ട്, തമ്മിൽ അടുപ്പിച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു ഗ്യാപ്പ് വേണ്ടേ, അങ്ങോട്ട് ഇറങ്ങി പോകണ്ടേ, അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് റൂട്ട് ഗ്യാപ്പ്. ഹീറ്റ് അഫക്റ്റഡ് സോൺ എല്ലാവർക്കും അറിയാം അല്ലേ. മെറ്റലർജിക്കൽ പ്രോപ്പർട്ടീസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. ഓക്കെയാണ്, ചേഞ്ച് ചെയ്യും കേട്ടോ ബൈ ദി വെൽഡിങ് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേൾഡ്. അത് അതിൻ്റെ മെറ്റലർജിക്കൽ, അതായത് നോർമലൈസിങ് ഹാർഡ്നെസ്, അതിൻ്റെ ഹാർഡ്നെസ് ടെമ്പറൻസ് അതൊക്കെ എന്ത് ചെയ്യും, ഹീറ്റ് ചൂടിന് അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഈ വെൽഡിന് തൊട്ടടുത്തൊക്കെ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു അഫക്റ്റഡ് ഒരു ഹീറ്റ് അഫക്റ്റഡ് സോണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. തൊട്ടടുത്ത ഭാഗം കേട്ടോ. ചൂടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്ത് ചെയ്യണം, ആ ചൂടായിട്ട് അതിൻ്റെ നമുക്കറിയാലോ അനീലിങ്ങിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ റേഞ്ച് അറിയാലോ. അപ്പോൾ ഓരോ മെറ്റീരിയലിനും വ്യത്യാസമാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് ഹീറ്റ് അഫക്റ്റഡ് സോണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. പിന്നെ ലെഗ് ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ജംഗ്ഷൻ ഓഫ് ദി മെറ്റൽസ് ആൻഡ് ദി പോയിന്റ് വേർ ദി മെറ്റൽ ടച്ചസ് ദി ബേസ് മെറ്റൽ, ഇതാണ് ടോ എന്ന് വിളിക്കുന്നത് കേട്ടോ. ടോ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഇതെന്ത് ചെയ്യുക, ഫിഗർ 5 കണ്ടങ്ങൾ, ഇതാണ് ടോ എന്ന് പറയുന്നത്. അപ്പോൾ ടോ എല്ലാവർക്കും അറിയില്ല. അതായത് ഇങ്ങനൊരു ടീ ജോയിൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു വർക്ക് പീസ് ഉണ്ട്, ഇങ്ങനെ വർക്ക് പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ടച്ചിന് ഒന്ന് സൂം ചെയ്യേ, ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗം, അതേപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗം കണ്ടോ, ഇതിന് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം, ടോ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ടോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം, ലെഗ് ലെങ്ത് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ രണ്ട് ടോ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് വിളിക്കാം, ലെഗ് ലെങ്ത് എന്ന് വിളിക്കാം. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഒരു ടോയും ഇതിൻ്റെ ഈ ഒരു എഡ്ജും തമ്മിലാണെങ്കിൽ എന്ത് ചെയ്യുക, ആക്ച്വൽ തോട്ട് തിക്നെസ് എന്ന് വിളിക്കാം. ഇനി അപ്പോൾ ഞങ്ങളോടൊന്നും കൂടി ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞു ഈ ടോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വിളിക്കാം ലെഗ് ലെങ്ത് എന്ന് വിളിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ടോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം, അതും എന്ത് വിളിക്കാം, ലെഗ് ലെങ്ത് എന്ന് വിളിക്കാം. സിമ്പിൾ അല്ലേ. ആ ടോയ് എന്താണെന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി പാരൻമെറ്റൽ എല്ലാവർക്കും അറിയാം. ഇനി ഫ്യൂഷൻ പെനട്രേഷൻ, ദി ഡെപ്ത് ഓഫ് ഫ്യൂഷൻ സോൺ ഇൻ ദി പാരൻമെറ്റൽ, അതിൻ്റെ ഡെപ്ത് ആണ് കേട്ടോ. ആ പാരൻമെറ്റലിൽ അതിൻ്റെ ആ ഫ്യൂഷൻ എടുക്കുന്നത്, അതിൻ്റെ ഡെപ്താണ് വിളിക്കുന്നതാണ് ഫ്യൂഷൻ പെനട്രേഷൻ കേട്ടോ. അതൊക്കെ സിമ്പിളാണ്. കണ്ടില്ലേ ഈ ഡെപ്ത്, ഫ്യൂഷൻ പെനട്രേഷൻ. അതായത് ഇങ്ങനെയായിരുന്നു ആദ്യം അതിൻ്റെ ഷേപ്പ്, പിന്നെ കണ്ടോ കുറച്ചിങ്ങനെ കറങ്ങിയാണ്ടോ, ഓക്കെ ആണോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും, ഈ ചിത്രത്തിലുണ്ടാവും ഫ്യൂഷൻ പെനട്രേഷൻ കണ്ടോ, ഇതിലുണ്ടാവും കണ്ടോ. ഇനി നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, ചിത്രം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ. എന്താണ്, ഒരു മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യും, എക്സസ് ദി മെറ്റൽ ഓവർ ദി ലൈൻ ജോയിനിങ് ദി ടു ടോ, രണ്ട് ടോൻ്റെയും മുകളിലാണ് എന്ത് ചെയ്യുക, മുകളിൽ വരുന്നതിനോട് എന്ത് വിളിക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ, ഈ ടോയുടെയും ഏറ്റവും ടോപ്പിലും വരുന്നതിനുള്ള ഡിസ്റ്റൻസ് എന്ത് വിളിക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം സെയിം തന്നെ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് എന്താ കുറച്ച് MCQ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്താ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ കേട്ടോ, പഠിച്ചു വെച്ചോ. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ കളറ് സിലബസിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിലബസ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം.
ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒഴിവാക്കി ഇടുക കേട്ടോ. ഇതിലെന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് വരുന്ന 2-3 ഉണ്ട്. ഓക്കെ ആണോ? ഈ ബ്ലാക്ക് വരുന്ന 2-3 ഉണ്ട്. ബ്ലാക്ക് വിത്ത് വൈറ്റിനൊക്കെ കേട്ടോ, അത് നോക്കണേ. ഈ ബ്ലാക്ക് വരുന്ന 2-3 ഉണ്ട്. അതുപോലെ റെഡ് വരുന്ന കുറച്ചെണ്ണം ഉണ്ട്. അതെന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ പഠിച്ചു വെക്കാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് MCQ നോക്കി നോക്കാം. ഇതിന്നൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ഈ ഒരു നമ്മളെ ഇതിൻ്റെ നോമക്ലേച്ചറിന് ഫസ്റ്റ് ലെറ്റർ എന്തെങ്കിലും സൂചിപ്പിക്കുന്നു, സെക്കൻഡ് ലെറ്റർ എന്തെങ്കിലും സൂചിപ്പിക്കുന്നു, ഈ ഒരു ടേബിളിൽ എന്ത് ചെയ്യും, എന്തായാലും ചോദ്യം ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 255. വാട്ട് ഈസ് ഓക്സി അസറ്റലീൻ വെൽഡിംഗ്? ഇറ്റ് ഈസ് എ മെത്തഡ് ഓഫ് ജോയിനിങ് മെറ്റൽ ബൈ ഹീറ്റിംഗ് ദം ടു എ മെൽറ്റിംഗ് പോയിന്റ് യൂസിങ് എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റലീൻ ഗ്യാസ്. എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ അപ്പോൾ നമുക്കറിയാമല്ലേ, ബ്ലാക്ക് കളറിലുള്ള ഏതാണ്, ഓക്സിജൻ സിലിണ്ടറാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി, ഓക്സിജൻ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എത്ര, 7 മീറ്റർ ക്യൂബാണ്. പിന്നെ പ്രഷർ റേഞ്ച് എത്ര നമ്മൾ പറഞ്ഞാണ്, 120 മുതൽ 150 കിലോഗ്രാമിന്. ഏതിൻ്റെയാണ്, ഓക്സിജൻ്റെ കേട്ടോ. kg/cm² ആണ്, മാറരുത്. പിന്നെ അസറ്റലീൻ സിലിണ്ടർ ഏതാ, മറൂൺ ആണ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, 6 മീറ്റർ ക്യൂബാണ്. അതിൻ്റെ പ്രഷർ റേഞ്ച് എത്ര, 15 to 16 കിലോഗ്രാമാണ്. അതാണ് ഹൈ പ്രഷർ റേഞ്ചിന് ഉപയോഗിക്കുക കേട്ടോ. ഹൈ പ്രഷർ അസറ്റലീൻ വെൽഡിങ്ങിന് അതാ ഉപയോഗിക്കുക. ലോ പ്രഷർ ആകുമ്പോൾ ഏതാണ്, 1 കിലോഗ്രാം. അപ്പോൾ അത് ലോ പ്രഷറിന് ഏതാ ഉപയോഗിക്കുക, അസറ്റലീൻ ജനറേറ്റർ ഉപയോഗിക്കുക. ഓക്കെ ആണോ? അസറ്റലീൻ ജനറേറ്റർ ഉപയോഗിക്കുക. പിന്നെ ഓക്സിജൻ പ്രഷർ റെഗുലേഷൻ യൂസ് ടു എന്താണ്, റെഡ്യൂസ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ പ്രഷർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ്, റൈറ്റ് ഹാൻഡ് ത്രെഡഡ് കണക്ഷൻ ഏതിനുണ്ടാവുക, ഓക്സിജൻ്റെ പ്രഷർ റെഗുലേഷൻ ഉണ്ടാവുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഏതിനുണ്ടാവുക, അസറ്റലീൻ്റെ ഉണ്ടാവുക. ഇനി ഫോർ ക്വിക്ക്ലി ഐഡൻറ്റിഫൈ അസറ്റലീൻ റെഗുലേറ്റർ എന്താണ്ടാവും, ഒരു ഗ്രൂ കട്ടി അറ്റ് ദി കോർണർ ഓഫ് ദി നെറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡൗട്ട് അടിക്കും. ഇനി കളർ ഓഫ് ഹോസ് പൈപ്പ് വിച്ച് ക്യാരി ഓക്സിജൻ എന്താ, ബ്ലാക്ക് ആണ്. അസറ്റലീൻ ഹാസ് യൂണിയൻ ഹാവ് എന്താണ്ടാവും, അതിനൊരു ഗ്രൂ കട്ട് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ത്രെഡ് എന്തായിരിക്കും, ലെഫ്റ്റ് ആയിരിക്കും. പിന്നെ ടു പ്രൊട്ടക്റ്റ് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഡ്യൂറിങ് വെൽഡിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മൾ പറഞ്ഞാണ്. എ നൺ റിട്ടേൺ ഡിസ്ക്. ഓക്കെ ആണോ? എവിടെ ഉണ്ടാവുക, ബ്ലോ പൈപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞാണ്, അന്ന് ഒരുപാട് ക്ലാസ് എടുത്താണ്. 269 വരിക. ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ യൂസ് ടു കൺട്രോൾ ആൻഡ് മിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദി സൈസ് ഓഫ് നോസിൽ വേരീസ് അക്കോർഡ് ടു തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ടു ബി വെൽഡഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി സേഫ്റ്റി, ആക്സിഡൻറ്റ് സ്റ്റാർട്ട് വൺ സേഫ്റ്റി എൻഡ് ആണ്. ആൾവേസ് യൂസ് ട്രോളി ടു ക്യാരി ഗ്യാസ് സിലിണ്ടേഴ്സ്. ആൾവേസ് കീപ് സിലിണ്ടർ അപ്രൈറ്റ് പൊസിഷനിൽ നോക്കുക. ആൾവേസ് കാക്ക്, എന്തിനാ അതിലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടു ക്ലീൻ ദി വാൽവ് സോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണതാണ് കാക്കിങ് കേട്ടോ. ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് തുറന്ന് ഒഴിവാക്കുക. ആൾവേസ് റിമെമ്പർ ദി ഓക്സിജൻ കണക്ഷൻ ഈസ്, നമുക്കറിയാം അല്ലേ, റൈറ്റ് ഹാൻഡ് ആണ്. അസറ്റലീൻ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇൻ ദി ഇവൻറ്റ് ഓഫ് ബാക്ക് ഫയർ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷട്ട് ഓഫ് ഓക്സിജൻ ബ്ലോ പൈപ്പ് വാൽവ് ഫസ്റ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, സിലിണ്ടർ വാൽവ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരും. സിലിണ്ടർ വാൽവ് എന്ന ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കും. നമുക്കറിയാം ഫസ്റ്റ് എന്തായിരിക്കും, ഓക്സിജൻ്റെ ഷട്ട് ഓഫ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്ത് ചെയ്യും, ബ്ലോ പൈപ്പിൻ്റെ ആണോ സിലിണ്ടറിൻ്റെ ആണോ നമുക്ക് എന്ത് ചെയ്യും, ഡൗട്ട് അടിക്കും. ഇനി വൈൽ എക്സ്റ്റിങ്വിഷിങ് ഫ്ലെയിം, അസറ്റലീൻ എന്ത് ചെയ്യണം, വാൽവ് ക്ലോസ് ചെയ്യാം. ഇനി സ്പാർക്ക് ലൈറ്റർ എന്ത് ചെയ്യുക, ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി നവാസ് സാറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കാണ് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, അദ്ദേഹത്തിൻ്റെ അടിപൊളി ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഇനി നെക്സ്റ്റ്, അറ്റ് certain ടൈംസ് ഡ്യൂറിങ് ഫ്ലെയിം ഇഗ്നീഷൻ ഇൻ ഗ്യാസ് വെൽഡിംഗ് എക്സ്പ്ലോഷൻ ഓഫ് ദി ഫ്ലെയിം ഒക്കേഴ്സ് അറ്റ് ദി ടോർച്ച് ടു ബി നോൺ ആസ് ബാക്ക് ഫയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഫ്ലാഷ് ബാക്കിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. എ ഷാർപ്പ് സ്ക്യൂലിംഗ് സൗണ്ട്, അതെന്ത് ചെയ്യും, ഫൂന്ന് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അതാണ് പോണതാണ് കേട്ടോ, അതാണ് ഫ്ലാഷ് ബാക്ക്. ഈ വെൽഡിങ് ടെക്നിക്ക് ഏതാണ്, വെൽഡിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് വാൾഡ് വെൽഡിങ്, അതർവൈസ് നോൺ ആസ് വിളിക്കുക ഫോർ ഹാൻഡ് ടെക്നിക്ക് എന്ന് വിളിക്കുക കേട്ടോ. അതുപോലെ ബാക്ക് വാർഡ് നിൽക്കുന്നത് എന്തിനാണ്, റൈറ്റ് വാർഡ് വെൽഡിങ്ങിനാണ് കേട്ടോ. പിന്നെ ലെഫ്റ്റ് വാർഡ് ടെക്നിക് യൂസ്ഡ് ഈസ് മോസ്റ്റ് വൈഡ്ലി. ഇനി 60 to 70 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിന് എന്ത് ചെയ്യുക, ബ്ലോ പൈപ്പ് പിടിക്കുക. അപ്പോൾ ഫില്ലർ വാർഡ് എത്രയിലാണ് പിടിക്കുക, അത് നോക്കണം കേട്ടോ. ഫില്ലർ വാർഡ് എത്രയിലാണ് പിടിക്കുക, 30 to 40 പിടിക്കുക. ഓക്കെ ആണോ, ഫില്ലർ റോഡ്. ഓക്കെ ആണോ. ഇനി എബോവ് 5 മില്ലിമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കും, ലെഫ്റ്റ് വാർഡ് ഉപയോഗിക്കില്ല, റൈറ്റ് വാർഡാണ് ഉപയോഗിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റൈറ്റ് വാർഡിൽ എന്താ ഉണ്ടാവുക, 40 മുതൽ 50 ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോ പൈപ്പ് പിടിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫില്ലർ റോഡ് പറഞ്ഞാൽ എന്താ, ദി ഫെറസ് ടൈപ്പ് ഫില്ലർ റോഡ് കണ്ടെയ്ൻ അയൺ, കാർബൺ, സിലിക്കൺ. നോൺ ഫെറസ് എന്താ ഉണ്ടാവുക, കോപ്പർ, അലുമിനിയം, ടിൻ അതൊക്കെ ഉണ്ടാവുക.